ഞാൻ ഇന്നേ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നാന്നറിയോ, വിളക്ക് വെക്കുന്നതിനെ കുറിച്ചാണ്. നിലവിളക്ക് വെക്കുന്നതിനെ കുറിച്ച്. വിളക്കെന്ന് വെച്ചാൽ പക്ഷേ പണ്ട് മണ്ണെണ്ണ വിളക്കും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ വിളക്കല്ല, നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ചാണ്. എന്നോടൊരു 2 പേര് ചോദിച്ചതിൻ്റെ മറുപടി കേട്ടോ, എങ്ങനെയാണ് വിളക്ക് വെക്കേണ്ടത് എന്ന്. ഞാൻ വെക്കുന്ന രീതി ഞാൻ പറയാം, അതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ ഞാൻ ഒരു എന്നാന്ന് പറയണേ, നമ്മൾ വെക്കുമ്പോൾ ഒരു വിശ്വാസം നമുക്കുണ്ടല്ലോ, ആ രീതിയിലാണ് ഞാൻ വിളക്ക് വയ്ക്കുന്നത്. കാരണം ഞാൻ എന്നും വിളക്ക് തേച്ച് കഴുകാറില്ല. ആഴ്ചയിൽ 2 ദിവസം, അതായത് ചൊവ്വായും വെള്ളിയും ഞാൻ വിളക്ക് നന്നായിട്ട് തേച്ച് കഴുകാറുണ്ട്. അതിനുശേഷമാണ് ഞാൻ വിളക്കിൽ എന്നും പുതിയ എണ്ണയൊഴിച്ച് പുതിയ തിരിയിട്ടാണ് കത്തിക്കാറ്. അത് രാവിലെ ഞാൻ കത്തിക്കും, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും വിളക്ക് കത്തിക്കാറുണ്ട്. വൈകിട്ട് ഞാൻ ഒരു 6 ചിലപ്പോൾ 5:45, ഈ നേരത്തെ ഇരുട്ട് വരുവാണെങ്കിൽ 5:45 ആകുമ്പോൾ കത്തിക്കാറുണ്ട്, വിളക്ക് വയ്ക്കാറുണ്ട്. അതൊരു സാധാരണ വിളക്ക് വെക്കണം 20 മിനിറ്റെങ്കിലും വിളക്ക് വെക്കണം എന്നാണ് പറയണത്. ഞാനൊരു അരമണിക്കൂറൊക്കെ വെക്കാറുണ്ട് വിളക്ക്. ഞാൻ നാമം ചൊല്ലാറുണ്ട്, സന്ധ്യയ്ക്ക് നാമം ചൊല്ലാറ്, രാവിലെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് എൻ്റെ വിളക്ക് വഴി. പിന്നെ വിളക്ക് വെക്കുന്ന സ്ഥലം ഞാൻ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇനി ഞാനൊരു കഥ പറയാം. ഇത്രയും പറഞ്ഞല്ലോ, ഇത് എന്നെക്കുറിച്ച് പറഞ്ഞാണ്. ഇനി ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കഥ പറയാം. ഒരു വീട്ടിൽ ചെന്നപ്പം അവിടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് 1 മാസം കഴിയുമ്പോൾ അവിടെ കല്യാണം നടക്കാൻ പോകുന്നൊരു വീടാണ്. അത്യാവശ്യം സാമ്പത്തികമുള്ളൂ, വലിയ സാമ്പത്തികമില്ല, എന്നാലും ഞങ്ങളുടെ അടുത്ത ആൾക്കാരാട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ചെന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ സന്ധ്യയായി. അപ്പം അവിടുത്തെ അമ്മ പറഞ്ഞു, അമ്മ മീൻ വറക്കുന്നു, ആരാണ്ടൊക്കെ സ്വന്തക്കാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം മീൻ വറക്കുന്നു. ബാക്കി 2 പെൺപിള്ളേരുണ്ട്, അവർ അതിലെ നടപ്പുണ്ട്. അച്ഛനുണ്ട്, പിന്നെ കുറേ വീട്ടിലെ പെങ്ങന്മാരും അവർ ഒക്കെയുണ്ട്, അവരെല്ലാം ഇങ്ങനെ നടക്കുന്നു. അപ്പം അമ്മ പറയാണ്, എടി ആരെങ്കിലും പോയൊന്ന് വിളക്ക് വെച്ച് എന്ന് പറഞ്ഞു. അപ്പം ഒരാൾ പറഞ്ഞു, ഞാൻ കുളിച്ചില്ല. ഒരാൾ പറയണു, അമ്മ വേണേ പോയി വെക്കേ, ഞാൻ മീൻ നോക്കാം എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ഇതിൽ ഇച്ചിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആരോ പറഞ്ഞു, വിളക്ക് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ചുമ്മാ കൊണ്ട് ഒരു തിരിയുണ്ട്, അത് കത്തിച്ചു. അത് എണ്ണയൊന്നും മാറ്റിയതൊന്നുമല്ല, അവർ രാവിലെ വിളക്ക് വയ്ക്കുന്നവരുമല്ല. ആ കരിഞ്ഞ തിരി തന്നെ വീണ്ടും കത്തിച്ചു. വിളക്കിരിക്കുന്ന സ്ഥലം അതിലേറെ വിശിഷ്ടമായ സ്ഥലമാണ്. ഊണുമേശയുടെ ഒരു മൂലയിലാണ് നിലവിളക്ക് വെച്ചിരുന്നത്. അവിടെ വെച്ച് തന്നെ കത്തിച്ചു, അവിടുന്ന് കൊണ്ടുപോയി. ഇവിടെയാണെങ്കിൽ മീൻ ഏതാണ്ട് ചിക്കനോ കപ്പ ബിരിയാണി കേട്ടോ, ചിക്കനല്ല കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്തോടെ വെച്ചാൽ അതിൻ്റെ മൂലയിലും നിലവിളക്കും ഇരിപ്പുണ്ട്. അവിടുന്ന് എടുത്തുകൊണ്ട് കത്തിച്ച് മുമ്പശത്ത് കൊണ്ടുവച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പം ആ എണ്ണയെല്ലാം തീർന്ന് കരിന്തിരിയും കത്തി അവിടെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പം ആ തിരിയെടുത്ത് മുറ്റത്തേക്കൊരു ഏറും വെച്ച് കൊടുത്തു. കൊണ്ടുവന്ന് ഊണുമേശയുടെ മൂലയിൽ തന്നെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. കുറച്ച് പേര് ഇരുന്ന് കളിക്കുന്നു, കുറച്ച് പേര് സീരിയൽ കാണുന്നു, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേര്, ഒരു 5-6 മക്കളുണ്ട്. അതായത് 5-6 മക്കളെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അമ്മയുടെ മകൻ്റെ ഭാര്യ, മകൻ്റെ 2 പിള്ളേർ, പിന്നെ അമ്മയുടെ 2 ഇളയ മക്കളും കൂടെ അവിടെയുണ്ട് ഞങ്ങളാ ചെല്ലുന്ന സമയത്ത്. ഇങ്ങനെയാണ് അവർ വിളക്ക് വയ്ക്കുന്നത്. എല്ലാം ഇങ്ങനെ വാരി വലിച്ച് ഇട്ടേക്കുന്നു. ഇങ്ങനെയൊന്നും വിളക്ക് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും വേണം. നമ്മൾ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റേതായ പ്രദേശമൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് എന്തെങ്കിലും ഒരു കൃഷ്ണനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും, നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ അങ്ങനെ, അത് ഏത് ദൈവമാണെങ്കിലും അവരെ വെച്ച്, അല്ല ഒന്നും വേണ്ട, നന്നായിട്ട് ആ വിളക്കൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഒന്ന് വൃത്തിയാക്കി ആ വിളക്ക് വെക്കണേടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് ചാണകം വെള്ളം തളിക്കണം എന്ന് പറയുന്നത്, അതില്ലെങ്കിൽ തന്നെ ഒരു ഇച്ചിരി വെള്ളമൊക്കെ തളിച്ചൊക്കെ ഒന്ന് കത്തിക്കുകയാണെങ്കിൽ ഒരു ഐശ്വര്യം കൂടുതൽ. ഒരു പൂവൊക്കെ പറിച്ചിട്ടൊക്കെ ഒരു കിണ്ടിയൊക്കെ മേടിക്കാൻ കിട്ടില്ല, കുഞ്ഞു കിണ്ടി 50 രൂപയും കണ്ടേ ഉള്ളൂ. അതൊക്കെ ഒന്ന് മേടിച്ചൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു വിളക്ക് കത്തിക്കുകയോ ഒരു സാമ്പ്രാണി കത്തിക്കുകയോ ഒരു കർപ്പൂരം പുകയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ മീനിൻ്റെ ഒന്നും ചുക്കുമണോ ഒന്നും ഉണ്ടാകാണ്ടിരിക്കും. ഇത് ഈ മിക്ക വീടെന്ന് വെച്ചാൽ അപൂർവം ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ അറിയാം വീട്ടിലെ മണം. ചിലർ വെള്ളത്തിൽ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ഗ്ലാസ് എടുത്തുകൊണ്ട്, ഗ്ലാസ്സിനൊക്കെ ഭയങ്കര മീൻ മണമായിരിക്കും. അപ്പോൾ ഈ മീനൊക്കെ മേടിക്കുന്നവർ, ഈ ഇറച്ചിയൊക്കെ മേടിക്കുന്നവർ പാത്രം നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. അതേപോലെ പാലെടുത്തിട്ട് ഗ്ലാസ് കൊണ്ടുതരും, അതും ചായയൊക്കെ കുടിച്ചിട്ട് ഗ്ലാസ് ചുമ്മാ അങ്ങ് കഴുകി വെച്ചേക്കും. ഭയങ്കര മണമായിരിക്കും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പം നമ്മളിങ്ങനെ വൃത്തിയും ശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഐശ്വര്യം നമ്മുടെ വീട്ടിൽ. മഹാലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പണമുണ്ടാകുന്ന ഒരു അനുഗ്രഹമാണ്. പണം
വരുന്നതിനെയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത്. ഒരു ഐശ്വര്യത്തോടു കൂടി ജീവിക്കുക. അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം, അല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കി തരികയില്ല, ഇല്ലേ? നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു സന്തോഷമോ സമാധാനമോ ഒരു വൃത്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യമെങ്കിലും നമ്മൾ നന്നായിട്ട് വൃത്തിക്കിടുക. അതേപോലെ ഈ മീൻ്റെയൊക്കെ മണം ഉണ്ടാകാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു വിദ്യയാണ് ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. അത് ഞാൻ എവിടെയോ കേട്ടതാട്ടോ. മെഴുകുതിരിയില്ല, ഞാൻ മീൻ മേടിക്കാറില്ല. ഈ മെഴുകുതിരി കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ആ മീൻ വറക്കുന്ന സമയം വരെ കത്തിച്ച് വെച്ചാൽ ആ മണം എന്തോ അത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മണമൊക്കെ ഉണ്ടാക്കി വയ്ക്കുക നല്ല ഇതിൽ. അതേപോലെ വിളക്കൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി 2 തിരിയാണെങ്കിൽ 2 തിരി, 5 ആണെങ്കിൽ 5, 2 തിരി മതിയെന്നേ. എന്നാലും അത് നല്ല എണ്ണയൊക്കെ ഒഴിച്ച്, നല്ല പുതിയ എണ്ണയൊക്കെ ഒഴിച്ച് വിളക്ക് കത്തിച്ച് വയ്ക്കുക. കത്തി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഐശ്വര്യമല്ലേ. ഒരു പൂജാമുറി ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ കത്തിച്ചാലും മതി. അല്ല ഇറയത്താ വെക്കണമെങ്കിൽ അത്. പിന്നെ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു തട്ടത്തിലേ വെക്കാവുള്ളൂ നമ്മൾ. ചുമ്മാ വെറും തറയിൽ നിലത്ത് വെക്കരുത് നിലവിളക്ക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊരു തട്ടമൊക്കെ ഉണ്ടാക്കി ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെങ്കിലും വൃത്തിയുള്ള ഒരു പ്ലേറ്റിൽ ഒക്കെ വെച്ചാണെങ്കിലും നമ്മൾ നിലവിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. ഒരു സാമ്പ്രാണിയൊക്കെ പുകയ്ക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ പുകയ്ക്കുക. ഇതൊക്കെ അത് ഭക്തിപൂർവ്വം ചെയ്യുന്നു. ഒരു 10 മിനിറ്റെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് നാമജപിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും പണ്ട് രാമ 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 എന്നൊക്കെ പറയില്ല നമ്മൾ, ഹരേ കൃഷ്ണ എന്നൊക്കെ പറയില്ല, അതാണെങ്കിലും നമ്മളൊന്ന് ചൊല്ലുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ തന്നെ മക്കൾക്കൊരു ഉയർച്ച ഉണ്ടാകും. അല്ലാണ്ട് എന്തെങ്കിലും കാണിച്ച് വെക്കണം എന്നും പറഞ്ഞിട്ട് വെച്ചിട്ടൊന്നും ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ വെക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ വെക്കാൻ പറ്റില്ല, അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലത്, അല്ലേ? നമുക്കിപ്പോൾ നന്നായിട്ട് വിളക്കൊന്നും സാധിക്കണില്ല, തേച്ച് ഉടച്ചൊന്നും വൃത്തിക്ക് കറുത്തൊക്കെ ഇരിക്കും. ചിലരുടെ വീട്ടിൽ നിലവിളക്ക് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കറുത്ത് ഇരിക്കുന്ന നിലവിളക്കായിരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും നിലവിളക്ക് വെക്കാതിരിക്കുക. അതൊക്കെ നല്ല തേച്ച് നല്ല വൃത്തിയാക്കി വെച്ച് പുളിയൊക്കെ ഇട്ട്, പുളി ഇല്ലേ, വാളംപുളിയൊക്കെ ഇട്ട് വിളക്ക് വെച്ചാൽ നല്ല കളറ്. പിന്നെ താരാന്നോ ഏതാണ്ട് പറയുന്ന സാധനം ഒരു പൊടിയൊക്കെ മേടിക്കാൻ കിട്ടും, അതിട്ടതോ അല്ലെങ്കിൽ നാരങ്ങ പുരട്ടിയതോ ഭസ്മം ഇട്ടോ ഒക്കെ തേച്ച് വിളക്ക് വെളുപ്പിക്കാൻ പറ്റും നമുക്ക്. അപ്പം അതൊക്കെ അങ്ങ് ചെയ്യുക. അങ്ങനെയൊക്കെ നല്ല വൃത്തിക്ക് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളിലും നമ്മളിലും ഒക്കെ ഒരു പോസിറ്റീവാണ്. ഈ അലമ്പും വഴക്കും ഒക്കെ വീട്ടിൽ നിന്ന് ഒഴിവാകുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വഴക്കുണ്ടാക്കണമെന്ന് നമുക്കൊരു ദൈവീകമായൊരു ചിന്തയിലേക്ക് നമ്മൾ വരും. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലുള്ളവരോട് വഴക്കുണ്ടാക്കാനൊന്നും തോന്നില്ല, ദൈവമേ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ. ഈ ദൈവവിശ്വാസം ഇല്ലാത്തവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇങ്ങനെയുള്ള വേഷം കെട്ട് കാണിക്കണം. എന്നാൽ അവർ കാണിക്കാണ്ടിരിക്കുക, അതുമില്ല. പകുതി വിശ്വാസവും പകുതി അന്ധവിശ്വാസമായിട്ട് നടക്കാണ്ടിരിക്കുക. വിശ്വാസമാണെങ്കിൽ വിശ്വാസം, അന്ധവിശ്വാസമാണെങ്കിൽ അന്ധവിശ്വാസം, പിന്നെ അതിനേക്ക് പോകാണ്ടിരിക്കുക, ഇല്ലേ? അതല്ലേ വേണ്ടത്. അല്ലാണ്ട് ഈ രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് കുറച്ച് വിളക്ക് വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ ഭഗവാൻ കേൾക്കാൻ പോവുക എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. ചിലർ വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ തന്നെ വഴക്കുണ്ടാക്കണവരുണ്ട്. എന്നാ കാര്യത്തിനാണെന്നറിയാം. എന്നിട്ട് ഇപ്പോഴും ഒരു ഗതിയിലിരുന്നത് ഇത് കേട്ടോണ്ടിരുന്ന് വിളക്ക് വെച്ചാൽ എന്തോരം ഗതി ഉണ്ടാവും. നമ്മളെല്ലാം ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? എന്ത് ദുരിതങ്ങളും നമ്മൾ ആകർഷിച്ചെടുക്കുന്നതാണ്. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകണ്ട. നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ചെയ്യുമ്പോഴും അതിലൊരു വൃത്തിയും ശുദ്ധിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഐശ്വര്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പം വിളക്ക് വയ്ക്കുമ്പം ആ പ്രദേശമൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അടിച്ചു വാരിയിട്ട് തളിക്കുമെങ്കിലും ചെയ്യുക. എന്നും വീടടിക്കണം. എന്നിട്ട് നല്ല തുടച്ച് വിളക്ക് വയ്ക്കണ ഭാഗം മാത്രം ഒന്ന് നല്ല വൃത്തിക്ക് അവിടെ പൂജാമുറി ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ നല്ല എണ്ണയൊക്കെ ഒഴിച്ച് നല്ല തിരിയൊക്കെ ഇട്ട്, അത് 2 തിരി ഇട്ടാലും മതി. ആ തിരിയൊക്കെ ഇട്ടിട്ട് എന്താ പറയണേ, വിളക്ക് കത്തിച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് നേരമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം വിളക്ക് കെടുത്തുന്നത് എണ്ണയിലേക്ക് താത്തി കെടുത്താൻ ശ്രമിക്കുക. കൈകൊണ്ട് അടിച്ച് കെടുത്താതിരിക്കുക, ഊതിക്കെടുത്താതിരിക്കുക. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടാൽ മതി, അതും കെട്ടുപോകും ഒന്നെങ്കിൽ. അല്ലെങ്കിൽ അത് എണ്ണയിലേക്ക് താത്തിയിട്ടിട്ട് കെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോയിൽ കേൾക്കണതുമല്ലേ. പിന്നെ ആ തിരിയാണെങ്കിലും എടുത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കൂലേ, അതിനകത്ത് വേണമെങ്കിൽ ഇട്ട് പുകയ്ക്കാം. അല്ല എങ്കിൽ ഒരു പാത്രത്തിൽ അത് ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് അത് കുഴിച്ചിടാം. അല്ലാണ്ട് വലിച്ചെറിഞ്ഞ് മുറ്റത്തോടെ ഇടരുത്. അത് കയറി ചവിട്ടാനൊന്നും ഇടവരുത്തരുത്. നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും ഒരു കുഴി കുത്തി ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ചവിട്ടി നടക്കില്ലാത്ത മരങ്ങളൊക്കെ കാണൂലേ, ഏതെങ്കിലും ചുവട്ടിലേക്ക് കൊണ്ട് അത് കുഴിച്ചിട്ടേക്കുക.
അത് അല്ല എങ്കിൽ കേട്ടിട്ടുണ്ട് കത്തിച്ച് കളയാം, കത്തിച്ച് അതിൻ്റെ ചാരം കളയാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ നമ്മൾ സാമ്പ്രാണിയുടെ കൂടിയിട്ട് പോയിക്കുകയാണ്. ആ അടുപ്പുള്ളവർക്ക് പ്രാർത്ഥിച്ച് അടുപ്പിലേക്ക് ഇടാം എന്നാണ് പറയുക. അല്ലാണ്ട് മുറ്റത്തേക്ക് വിളക്ക് കത്തിക്കാൻ നേരത്ത് തിരി എടുത്തൊരു ഒറ്റ ഏറാം മുറ്റത്തേക്ക് അങ്ങനെയൊന്നും കാണിക്കാതിരിക്കുക. അതൊക്കെ നമ്മൾ കത്തിച്ചതിൻ്റെ നിർമാല്യമാണെന്നാണ് പറയുന്നത്, ഈ തിരിയും എണ്ണയും ഒക്കെ. അതൊന്നും എടുത്തിങ്ങനെ എറിഞ്ഞ് കളയരുത്. നമ്മുടെ വീടൊരു വീട് ദൈവികമായിട്ടല്ല, ക്ഷേത്രമായിട്ടല്ല കാണേണ്ടത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവികമായിട്ടൊരു പ്രവൃത്തിയാണ്. അപ്പം അതിനെ അതിൻ്റേതായ രൂപത്തിൽ നമ്മൾ ചെയ്യാം. ഇന്നിവിടെ കറണ്ടില്ല കേട്ടോ. ഞാനപ്പോൾ ഇരുട്ടത്തിരുന്നാണ് പറയുന്നത്. നല്ല മഴയാണ് ഇവിടെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ഉറപ്പായ കാര്യമാണ്. നമ്മൾ തന്നെ വിചാരിക്കണമെന്ന് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളാണ് വിചാരിക്കണം, അല്ലേ? നമ്മൾ അലമ്പുണ്ടാക്കി എന്ന് സമാധാനക്കേടായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അതേ നമ്മുടെ ജീവിതത്തിൽ, എന്ന് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതേ വരികയുള്ളൂ. അപ്പം നമ്മൾ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അപ്പം ഇന്നത്തെ ഇത് വിളക്ക് വെക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്നോട് എഴുതി ചോദിച്ചു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഞാൻ 2 തിരിയിട്ടാണ് കത്തിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് എൻ്റെ വിളക്ക് വെച്ചേക്കണം. ഞാനിങ്ങനെയാണ് ഇന്ന് വിളക്ക് വെക്കുന്നത്. കണ്ടോ, എൻ്റെ വിളക്ക് വെച്ചേക്കുന്നത് അതാണ്. ഇപ്പം 5 മണിയായുള്ളൂ സമയം, രാവിലെ കേട്ടോ. 5 മണി, ഇപ്പം 5:30 ആയിട്ടോ, 5:30 ആയി. അപ്പം കറണ്ടും ഇല്ല. പുറത്തൊരു പിന്നെന്താ പറയുക, ഒരു ഇൻവേർട്ടറിൽ നിന്നൊരു ബൾബുണ്ട്, അതിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എല്ലാം നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് കാണുക, കേൾക്കുക, പറയുക ഒക്കെ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വിളക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാന്ന് പറയണേ, എനിക്ക് വെച്ചടി തന്നെ അഭിവൃദ്ധിയാണ്. കാരണം ഞാനൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കാറുള്ളൂ. ഞാൻ വിളക്ക് വയ്ക്കുന്നത് നല്ല വൃത്തിക്കും ഇതിലൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ കഴുകുന്നത് ആഴ്ച 2 ദിവസമാണ്. ചൊവ്വായും വെള്ളിയും ഞാൻ വിളക്ക് കഴുകും. എന്നും നാമം ചെല്ലാറുണ്ട്. രാവിലെ നാമം ചൊല്ലും, വൈകുന്നേരവും നാമം ചെല്ലാറുണ്ട്. രാവിലെ കുറച്ച് നേരം ചൊല്ലും, സമയം അനുസരിച്ച് കേട്ടോ. രാവിലെ എന്നാലും ഞാൻ വയ്ക്കും. ഇനി ആൾക്കാരെല്ലാം കൂടെ വീട്ടിൽ സ്വന്തക്കാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ കറക്റ്റ് സമയത്താണോ വിളക്ക് വയ്ക്കണമെന്ന് വെച്ചാൽ നാമം ചെല്ലുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളക്ക് വന്ന് വയ്ക്കും. പക്ഷേ ഞാൻ നാമം ചെല്ലുന്ന അവരുടെ കാങ്ക ചിലപ്പോൾ കുറച്ചേരം 5 മിനിറ്റ് നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകും. പിന്നെ ഞാൻ ഏതെങ്കിലും സമയത്ത് ഞാൻ നാമം ചെല്ലും. അതല്ല, ഞാനിപ്പോൾ രാവിലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ വിളക്ക് വയ്ക്കണം, ഇച്ചിരി നേരത്തെ വയ്ക്കും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോവുള്ളൂ. വൈകുന്നേരം ആണെങ്കിൽ ഞാൻ ചില ദിവസം ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയേക്കുവാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ രാത്രി ആയെങ്കിൽ 9 മണിക്ക് മുമ്പാണെങ്കിൽ ഞാൻ വിളക്ക് വയ്ക്കും. വന്ന് കുളിയും കഴിഞ്ഞ് ഞാൻ വിളക്ക് വയ്ക്കാൻ തോന്നും. അങ്ങനെയൊക്കെ എൻ്റെ ഒരു രീതി, എൻ്റെ ഒരു വിശ്വാസം അതാട്ടോ. എനിക്കതിൽ നിന്ന് പോസിറ്റീവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.